അമൽ തേനപ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ മതിൽ ചാടി കടന്നാണ് ഇരച്ച് പ്രവർത്തകർ എത്തിയത്. അവിടെയും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ സമീപനം എങ്ങനെയാണ്? പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് പോലീസ് സംയമനം പാലിക്കുകയാണോ? എന്താണ് പുറത്തെ സ്ഥിതി? അമലിലേക്ക് എത്താം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ സംഘർഷഭരിതമാണ് കേരള സർവകലാശാല ആസ്ഥാനം. അമൽ, വിവരങ്ങൾ. ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഗവർണർക്ക് പോകാനുള്ള വാഹനം മുൻ ഗേറ്റിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയാലും ഗേറ്റിന്റെ അവിടെ നേരത്തെ നമ്മൾ ഈ പ്രവർത്തകർ അകത്തേക്ക് കയറി വന്ന ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ ഇവിടെ വനിതാ പ്രവർത്തകർ അടക്കം ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഗവർണർ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ഗവർണർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നൊരു നിർദ്ദേശം എന്തായാലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാൽ അധികം വൈകാതെ തന്നെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സെനറ്റ് ഹാളിന് മുന്നിലിരിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നീക്കിയാലും ഈ ഗേറ്റിന് പുറത്തുള്ള പ്രവർത്തകരെ നീക്കുന്നതിനായുള്ള നടപടികളൊന്നും ഇതുവരെയും ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ പ്രവർത്തകരെ നീക്കും. അതിനുശേഷം ഗവർണർ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടയുന്നതിന് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സംവിധാനങ്ങൾക്ക് പാളിച്ച പറ്റി അത് മറികടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് എങ്ങനെ കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ, നേരത്തെ പ്രജീഷ് പറഞ്ഞ ദൃശ്യങ്ങളിൽ ആ ഗേറ്റിനിടയിൽ ചെറിയൊരു ചങ്ങല മാത്രം ഉപയോഗിച്ചായിരുന്നു ആ ഗേറ്റ് ബന്ധിച്ചിരുന്നത്. അത് സുഖമായി പ്രവർത്തകർ പോരുന്നതാണ് നമ്മൾ കണ്ടത്. കാര്യമായൊരു പ്രതിരോധം പോലീസിന്റെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടായില്ല. അകത്തേക്ക് പ്രവർത്തകർ എത്തിയപ്പോഴും ഭാഗത്തേക്ക് എത്തിയപ്പോഴും ഗവർണർക്ക് പ്രത്യേക സുരക്ഷയുണ്ട്. അപ്പോൾ പ്രവർത്തകർ ഗവർണറുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അതിനു മുൻപേ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? വഞ്ചിയൂർ പോലീസ് അങ്ങനെ മ്യൂസിയം പോലീസ് അങ്ങനെയുള്ള നടപടികളിലേക്കാണോ കടന്നിരിക്കുന്നത്? പ്രജീഷ, ഇത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ എന്നല്ല. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ CI-മാരെയും SI-മാരെയും അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് കമ്മീഷണർ അടക്കം ഇവിടെ എത്തിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. AC അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. നേരത്തെ SFI പ്രവർത്തകർ അകത്തേക്ക് കടന്നു വന്ന യൂണിവേഴ്സിറ്റി MLA ഹോസ്റ്റലിന്റെ സമീപത്തായി യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പ്രവർത്തകർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെ നിരവധി ആളുകളും മറ്റുമൊക്കെയുണ്ട്. അതിൽ ഏതാണ് SFI പ്രവർത്തകർ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലീസ് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ആ പ്രവർത്തകർ ഗവർണറുടെ വാഹനം ഇതിന് പുറത്തേക്ക് പോകാൻ ആ ഒരു വഴി മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്ലെങ്കിൽ AKT സെന്ററിന് സമീപത്തുനിന്ന് ഒരു വഴി കൂടിയുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തു നിന്നും യൂണിവേഴ്സിറ്റിക്കകത്തു നിന്നും പുറത്തേക്ക് പോകുന്നതിനായി അവിടെയും പോലീസിനെ നിർത്തിയിട്ടുണ്ട്. അവിടെ പക്ഷെ പ്രവർത്തകരില്ല. അതിനാൽ തന്നെ ഈ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകും. ഗവർണർ പോകും. വന്ന വഴിയിലൂടെ തന്നെ ആ പ്രധാന ഗേറ്റിലൂടെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ എന്തായാലും ഇന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അല്പസമയങ്ങൾക്കകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കപ്പെടുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് ഹാളിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഗവർണർ ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിലാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. വാതിൽ മുട്ടി വിളിച്ച് പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സെനറ്റ് ഹാളിനുള്ളിലെ ചടങ്ങുകൾ കാണാം.